ഇസ്രായേലിനെ സംബന്ധിച്ച ആശങ്ക റഷ്യ ഇറങ്ങി കളിക്കുമോ എന്നുള്ളതാണ്. റഷ്യ ഇറങ്ങി കളിക്കുമോ എന്ന് വെച്ചാൽ റഷ്യയുടെ സപ്ലൈ മീൻസ് ആയുധങ്ങൾ ഇറാന് ലഭിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ ആക്രമണത്തെ ചെറുക്കാൻ ഇറാന് കഴിയും. അങ്ങനെ അവർ ചെയ്യുമോ എന്നൊരു ആശങ്ക മാത്രമേ അവർക്കുള്ളൂ. ഇറാനെ നേരിട്ട് ആക്രമിച്ചുകൊണ്ട് മാത്രമേ ഈ യുദ്ധത്തെ വേറൊരു ലെവലിലേക്ക് മാറ്റാൻ കഴിയുള്ളൂ. അത് തന്നെയാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത്. ഇറാൻ ഇപ്പോൾ നടത്തിയ അറ്റാക്ക് ഒരു പ്രതികാര ബുദ്ധിയിൽ ചെയ്ത കാര്യമേ അല്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ളയെ കൊന്നു. ഹസൻ നസ്രുള്ള ഇസ്രായേൽ കൊന്നിട്ട് ഇറാൻ എന്ത് ചെയ്തു എന്നൊരു ക്വസ്റ്റ്യൻ ഹിസ്ബുള്ളയുടെ അണികൾക്കിടയിൽ ഉണ്ടാവുമല്ലോ. ഇറാൻ എന്താണൊന്നും ചെയ്യാത്തത്? ഹിസ്ബുള്ള സപ്പോർട്ടേഴ്സായിട്ടുള്ള ഇറാൻ പൗരന്മാർക്കിടയിൽ ഉണ്ടാവുമല്ലോ, ഇതെന്താണ് ഇറാൻ ഒന്നും ചെയ്യാത്തത്? ഇവരെ തൃപ്തിപ്പെടുത്തുക, അതായത് തങ്ങളുടെ പ്രോക്സികളായിട്ടുള്ള ഈ പറയുന്ന ഹിസ്ബുള്ളയെയും ഹൂത്തികളെയും അതുപോലെ ഇറാഖിലെയും യമനിലെയും സിറിയയിലുമെല്ലാം അവരെ പിന്തുണയ്ക്കുന്ന ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള അറ്റാക്ക് മാത്രമാണ്. അറ്റാക്ക് ഇപ്പോൾ നിഷാദ് വിശദീകരിച്ച പോലെ ഇത് സിവിലിയൻ കേന്ദ്രങ്ങളെ ആക്രമിക്കാനേ അല്ല. വന്ന് വീണത് മൊസാദിൻ്റെ മുറ്റത്താണ്. മൊസാദിൻ്റെ കെട്ടം നിൽക്കുന്നതിൻ്റെ 50 മീറ്റർ അപ്പുറമാണ് ഒരു വലിയ ഗർത്തം രൂപപ്പെടുത്തിക്കൊണ്ടൊരു മിസൈൽ വന്നു വീണത്. അങ്ങനെ മിലിറ്ററി ഇൻസ്റ്റലേഷനെയാണ് അത് ലക്ഷ്യം വെച്ചിട്ടുള്ളത്. എയർ ബേസുകൾ, F-16 വിമാനങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള എയർ ബേസുകളിലൊക്കെയാണ് ഇത് വന്ന് വീണിട്ടുള്ളത്. അതിൻ്റെ കാഷ്വാലിറ്റി എത്രയാണെന്ന് നമുക്കിപ്പോൾ അറിയില്ല. അത് ഇസ്രായേൽ പുറത്തു വിടുകയില്ല. ആളുകളെ കൊല്ലുക എന്നുള്ളതായിരുന്നില്ല അതിൻ്റെ ലക്ഷ്യം. അപ്പോൾ എന്താണ്, ഹസൻ നസ്രുള്ളയെ കൊന്നതിനും ഇസ്മായിൽ ഹനിയെ കൊന്നതിനും ഞങ്ങളിതാ പ്രതികാരം ചെയ്തു എന്ന് ഇറാൻ്റെ സപ്പോർട്ടേഴ്സായിട്ടുള്ള ഈ മേഖലയിലെയും അല്ലാത്തടത്തുള്ള ആളുകളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. അതൊരു ടെലിവൈസ്ഡ് അറ്റാക്കായിരുന്നു. ധാരാളം വിഷ്വലുകൾ, അതായത് ആകാശത്ത് പൂത്തിരി എത്തുന്ന പോലെയുള്ള വിഷ്വലുകൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ 200 മിസൈലുകൾ അയച്ചു എന്ന് പറയുന്നത് 200 മിസൈലുകൾ ഒരു 90% അത് എയർ ഡോം സംവിധാനം അത് തകർത്തിട്ടുണ്ടാവും. ഒരു 10% അവിടെ വീണിട്ടും ഉണ്ടാവും. അതേ ഇറാനും ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷേ ഇവിടെ പ്രശ്നം അതല്ല. ഈ സ്ഥിതി ഗുരുതരമാകുന്ന വിഷയം അതല്ല. ഈ ഒരു അറ്റാക്ക് ഇസ്രായേൽ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നതാണ് ഇനി 4 ദിവസം കഴിഞ്ഞാൽ October 7 ഈ സംഘർഷത്തിൻ്റെ 1ാം വാർഷികമാണ്. 1ാം വാർഷികത്തിൽ നോക്കുമ്പോൾ ഇസ്രായേലിൻ്റെ പ്രോഗ്രസ് കാർഡ് നോക്കുമ്പോൾ എന്താണ്, വലിയ നേട്ടങ്ങളാണ്. ഹനിയെ കൊന്നു, നസ്രുള്ളയെ കൊന്നു, ലബനാൻ ഇന്ന് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലബനാൻ്റെ തെക്കൻ അതിർത്തിയിൽ ഇസ്രായേലിൻ്റെ കരസേന കടന്നു അങ്ങോട്ട്. പക്ഷേ ഹിസ്ബുള്ളയും കരസേനയും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. അവർ പിൻവാങ്ങി എന്നാണ് ഹിസ്ബുള്ള അവകാശപ്പെടുന്നത്. നമുക്ക് കൃത്യം യാഥാർത്ഥ്യം അറിയില്ല. അതായത് ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു എന്ന് മാത്രമല്ല, ഹമാസിന് ഒരു പരിധി വരെ തകർക്കാൻ കഴിഞ്ഞു. ഹമാസിൻ്റെ പ്രവർത്തനശേഷി തകർക്കാൻ കഴിഞ്ഞു. നമുക്കിപ്പോൾ അത് നമുക്ക് മനസ്സിലാവും. കാരണം ഹമാസ് പ്രതികരിക്കുന്നില്ല ഇപ്പോൾ ഒരു കാര്യത്തിലും. ഹമാസും IDF തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ചുള്ള വാർത്തകളില്ല. അവർ ഏകപക്ഷീയമായിട്ട് ബോംബിടുന്ന വാർത്തകൾ മാത്രമേ ഉള്ളൂ. അതിനർത്ഥം ഹമാസിന് മാരകമായ പരിക്കേറ്റിട്ടുണ്ടെന്ന് തന്നെയാണ്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചാണ് October 7 ഇത്രയും നേട്ടങ്ങളുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ പ്രശ്നം അവിടെയല്ല. ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് October 7 യുദ്ധമൊക്കെ അവസാനിപ്പിച്ചു, ഞങ്ങൾ യുദ്ധം വിജയിച്ചെന്ന് പ്രഖ്യാപിക്കലല്ല. അത് അവരുടെ ലക്ഷ്യമേ അല്ല. ഒരു ഇറാൻ്റെ ടെറിട്ടറിയിൽ കയറിയ ഒരു ആക്രമണം ഇസ്രായേലിന് അനിവാര്യമാണ്. അത് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് അവരുടെ ചർച്ച. അത് അവരുടെ ന്യൂക്ലിയർ ക്യാപ്പബിലിറ്റീസിനെ ആക്രമിക്കണോ? അങ്ങനെ ആക്രമിച്ചു കഴിഞ്ഞാൽ അവരുടെ ന്യൂക്ലിയർ ശക്തി കുറയ്ക്കാൻ കഴിയുമോ? അതല്ല അവരുടെ ഓയിൽ ഫീൽഡിനെ ആക്രമിക്കണമോ? ഇത് രണ്ടും ഇറാനെ മാത്രം ബാധിക്കുന്ന വിഷയവുമല്ല. അപ്പോൾ ഇറാൻ്റെ ന്യൂക്ലിയർ ക്യാപ്പബിലിറ്റീസിനെ മുഴുവനായി ആക്രമിച്ച് തകർക്കാൻ കഴിയുമോ എന്നൊരു ചർച്ച ഇസ്രായേലിലുണ്ട്. അങ്ങനെ കഴിയില്ല. കുറഞ്ഞൊരു 40-50% തകർക്കാൻ കഴിഞ്ഞാൽ തന്നെ അതൊരു നേട്ടമായി നമുക്ക് കാണിക്കാൻ കഴിയും എന്നാണ് അവർ വിചാരിക്കുന്നത്. മറ്റൊന്ന്, ഓയിൽ ഫീൽഡിൽ ആക്രമിക്കുക. ഓയിൽ ഫീൽഡിൽ ആക്രമിച്ചാൽ ഉടനെ തന്നെ എണ്ണവില കുതിച്ചു വരും. അപ്പോൾ ലോകരാഷ്ട്രങ്ങൾ ഈ വിഷയത്തിലേക്ക് വരികയും ഇറാന് മേൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യും എന്നാണ് ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നത്. ഇവിടുത്തെ പ്രശ്നം ഈ രണ്ട്, അതായത് ന്യൂക്ലിയർ അപ്പാരറ്റസിനെ ആക്രമിച്ചാലും ഓയിൽ ഫീൽഡിൽ ആക്രമിച്ചാലും അത് ലോക രാഷ്ട്രീയത്തെയും ലോക സമ്പദ് വ്യവസ്ഥയും മൊത്തം പ്രശ്നമാക്കുന്ന, കലുഷിതമാക്കുന്ന ഒരു വിഷയമാണ്. ഇസ്രായേൽ ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ആക്രമണം ഇസ്രായേൽ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇങ്ങനെയൊരു മിസൈൽ അറ്റാക്ക് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഇത് വന്നു ചേരുന്നത്. ഈ ഒറ്റ കാരണം മതിയിൽ പോയി ആക്രമിക്കാൻ. ഇന്നലെ തന്നെ നെതന്യാഹു പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇന്നലെ വാർ ക്യാബിനറ്റ് കൂടിയിരുന്നു. അത് ബങ്കറുകളിലാണ് കൂടിയെന്നാണ് പറയുന്നത്. ബങ്കറുകളിൽ ഇരുന്നിട്ടാണ് ആ വാർ ക്യാബിനറ്റ് കൂടിയത്. തീർച്ചയായിട്ടും ഈ പറയുന്ന October 7 മുമ്പ് അത് ഉണ്ടാവുമോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. October 7 മുമ്പ് ഉണ്ടായില്ലെങ്കിൽ പിന്നീട് ഈ വർഷം, ഇത് നവംബറിലോ ഡിസംബറിലേക്കോ നീട്ടിവെച്ചാൽ പോലും ഇസ്രായേൽ നേരിടുന്ന വേറൊരു പ്രശ്നം കൂടിയുണ്ട്. അത് ഈ US തെരഞ്ഞെടുപ്പാണ്. US തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഈ UN സെക്യൂരിറ്റി കൗൺസിലിലോ അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടത്തിൽ തന്നെയും ചില നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പ്രശ്നങ്ങളുണ്ട്. അതായത് സൈനിക സഹായമാവട്ടെ, യുദ്ധനീക്കങ്ങളാവട്ടെ, ആ കാര്യത്തിൽ അമേരിക്കയ്ക്ക് ഒരു പ്രശ്നം വരും. ഒരു മരവിപ്പ് വരും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ. ആ മരവിപ്പ് മൂലം അത് പിന്നിടത്തേക്ക് മാറ്റി വയ്ക്കണം, അടുത്ത വർഷത്തേക്ക് മാറ്റി വയ്ക്കണം എന്നുള്ള ചർച്ചയൊക്കെയാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്നത് ഇറാൻ്റെ മേൽ ഒരു ആക്രമണം അനിവാര്യമാണ്. ഇസ്രായേൽ അത് ചെയ്തിരിക്കും. കാരണം ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോകേണ്ടതിൻ്റെ ഏറ്റവും വലിയ ആവശ്യം അവർക്കാണ്. അവരത് ചെയ്യും. ഇറാനെ നേരിട്ട് ആക്രമിച്ചുകൊണ്ട് മാത്രമേ ഈ യുദ്ധത്തെ വേറൊരു ലെവലിലേക്ക് മാറ്റാൻ കഴിയുള്ളൂ. അത് തന്നെയാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത്. ഇസ്രായേൽ യുദ്ധം നിർത്താൻ ആഗ്രഹിക്കുന്നില്ല, യുദ്ധം നീട്ടിക്കൊണ്ടുപോകാനാണ്. കാരണം യുദ്ധം നിർത്തുക എന്ന് പറയുന്നത് ബന്ദികളെ മുഴുവൻ മോചിപ്പിച്ചോ? ഇല്ല. എന്താണ് ഇസ്രായേലിൽ ജനങ്ങളുടെ ആവശ്യം? എന്താണ്? ഹമാസ് പിടിച്ചുകൊണ്ട് ബന്ദികളെ മോചിപ്പിക്കണം, ഹമാസിനെ തകർക്കണം. ഹമാസ് തകർന്നോ?
ബന്ദികളെ മോചിപ്പിച്ചോ? ഇതൊരു യുദ്ധനേട്ടമേ അല്ല അർത്ഥത്തിൽ ഇസ്രായേലിന്. ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് യുദ്ധം നീട്ടിക്കൊണ്ടുപോയി ഇല്ലാത്ത യുദ്ധനേട്ടങ്ങളെ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുക. ഹസനെ സ്മൃതിയെ കൊന്നു, ഹനിയെ കൊന്നു എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കുക എന്നല്ലാതെ അവരുടെ മുമ്പിൽ വേറെ മാർഗ്ഗമില്ല. ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്താണ്? ഇനി അങ്ങനെ ഒരു പ്രൊലോങ്ഡ് വാറിലേക്ക് നീങ്ങുകയാണ്, ഒരു റീജിയണൽ വാറിലേക്ക് നീങ്ങുകയാണ്. ഇസ്രായേൽ സംശയിക്കുന്ന, ഇസ്രായേലിൻ്റെ ഒരു ആശങ്ക എന്ന് പറയുന്നത് മറ്റ് പ്ലെയേഴ്സ് ഇതിലേക്ക് വരുമെന്നുള്ളതാണ്. അവരെ സംബന്ധിച്ച് മിഡിൽ ഈസ്റ്റിലുള്ള പ്രധാന ശക്തികൾ സൗദി UAE പോലുള്ളവർ ഇതിൽ സംഘം ചേർന്ന് ഇറാനോടൊപ്പം ചേർന്ന് ഇസ്രായേലിനെ ആക്രമിക്കുന്നവർ പേടിക്കുന്നില്ല. അല്ലെങ്കിൽ തുർക്കി ഇടപെടുമോ എന്നുള്ളത്. യഥാർത്ഥത്തിൽ തുർക്കി, സൗദി പോലുള്ള വലിയ സൈനിക ശക്തിയുള്ള രാജ്യങ്ങൾക്ക് ഇസ്രായേലിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയും, അവരത് ചെയ്യില്ല. അവിടെ ഏറ്റവും കൂടുതൽ ആശങ്ക, ഇസ്രായേലിനെ സംബന്ധിച്ച ആശങ്ക, റഷ്യ ഇറങ്ങി കളിക്കുമോ എന്നുള്ളതാണ്. റഷ്യ ഇറങ്ങി കളിക്കുമോ എന്ന് വെച്ചാൽ റഷ്യയുടെ സപ്ലൈ മീൻസ് ആയുധങ്ങൾ ഇറാന് ലഭിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ ആക്രമണത്തെ ചെറുക്കാൻ ഇറാന് കഴിയും. അങ്ങനെ അവർ ചെയ്യുമോ എന്നൊരു ആശങ്ക മാത്രമേ അവർക്കുള്ളൂ. പക്ഷേ റഷ്യ നമുക്കറിയാം അവിടെ ലോക്കായി കിടക്കുകയാണ് യുക്രൈനിൽ. അപ്പോൾ ഇത്തരം സന്നിഗ്ധാവസ്ഥകളുണ്ട്. നമുക്കിപ്പോഴൊന്നും പറയാൻ കഴിയില്ല. അത് പറയാൻ കഴിയാത്തതിൻ്റെ പ്രധാന കാരണം അമേരിക്കൻ തെരഞ്ഞെടുപ്പാണ്. അമേരിക്കൻ തെരഞ്ഞെടുപ്പ് കൂടുതൽ മൂർധന്യത്തിലേക്ക് വരുന്നതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ഒക്ടോബർ നവംബറിലേക്ക് വരികയാണ്. ആ സമയത്ത് ഒരു അറ്റാക്ക് ഉണ്ടാവുമോ ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മിക്കവാറും അതൊരു അനധിവിദൂര ഭാവിയിൽ തന്നെ ഒരു 2025 തുടക്കത്തിലേക്കെങ്കിലും ഇതിൻ്റെ യുദ്ധം ഒരു മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.